PM ശ്രീ എന്നത് പ്രധാനമന്ത്രി സ്കൂൾ ഫോർ റൈസിംഗ് ഇന്ത്യ എന്നതിന്റെ ചുരുക്കപ്പേരാണ്. 2020 ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായി 2022 സെപ്റ്റംബർ 7 അവതരിപ്പിച്ച പദ്ധതിയാണിത്. സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യ വികസനമാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. ഓരോ ബ്ലോക്കിലും 2 സ്കൂളുകൾ PM ശ്രീയായി വികസിപ്പിക്കും. ഒരു സ്കൂളിന് ശരാശരി 1.13 കോടി രൂപയാണ് ചെലവഴിക്കുക. പദ്ധതിയുടെ ആകെ ചെലവ് 1466 കോടി രൂപയാണ്. പ്രധാനമായും 5 കാര്യങ്ങളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഒന്നാമത്തേത് സ്കൂളുകളിൽ മികച്ച അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുക എന്നതാണ്. രണ്ടാമതായി പഠനരീതികൾ കൂടുതൽ രസകരവും വിദ്യാർത്ഥി കേന്ദ്രീകൃതവുമാക്കും. മൂന്നാമത്തേത് സ്കൂളുകളിൽ പിഞ്ച് അധ്യാപകരെ നിയമിക്കും. നാലാമതായി പാഠ്യേതര പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകും. അവസാനമായി സ്കൂളുകളെ ആധുനിക സാങ്കേതികവിദ്യയുമായി ബന്ധിപ്പിക്കും. കേരളത്തിൽ PM ശ്രീ പദ്ധതിയുടെ നടത്തിപ്പ് കേന്ദ്രവും സംസ്ഥാനവും സംയുക്തമായാണ്. സ്കൂളുകൾ തെരഞ്ഞെടുക്കുന്നതിന് ചില മാനദണ്ഡങ്ങളുണ്ട്. നഗരപ്രദേശങ്ങളിലെ സ്കൂളുകൾക്ക് 70%, ഗ്രാമപ്രദേശങ്ങളിലെ സ്കൂളുകൾക്ക് 60% സ്കോർ ലഭിച്ചാലേ ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാനാകൂ. എന്തായാലും പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക എന്നതാണ്. കേരളത്തിൽ PM ശ്രീ പദ്ധതിയുടെ നടത്തിപ്പ് സംബന്ധിച്ചുള്ള വിവരങ്ങൾ പൂർണ്ണമായി ലഭ്യമായിട്ടില്ല. പദ്ധതിയുടെ ഭാഗമാകുന്ന സ്കൂളുകൾ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയവുമായി ഒരു ധാരണാപത്രത്തിൽ ഒപ്പിടേണ്ടതുണ്ട്. ഈ ധാരണാപത്രത്തിലെ വ്യവസ്ഥകളെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തുവന്നിട്ടില്ല. എന്തായാലും പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക എന്നതാണ്. ഈ പദ്ധതിയെക്കുറിച്ച് ചില ആശങ്കകളും വിമർശനങ്ങളും ഉയരുന്നുണ്ട്. പ്രധാനമായും ശ്രദ്ധേയമായ കാര്യങ്ങൾ ഇവയാണ്. 1. ദേശീയ വിദ്യാഭ്യാസ നയം NEP 2020 നടപ്പാക്കേണ്ടിവരും. പദ്ധതിയിൽ ചേരുന്ന സംസ്ഥാനങ്ങൾ കേന്ദ്ര സർക്കാരുമായി ഒരു ധാരണാപത്രത്തിൽ MOU ഒപ്പിടണം. ഈ ധാരണാപത്രമനുസരിച്ച് കേന്ദ്രം മുന്നോട്ടുവയ്ക്കുന്ന ദേശീയ വിദ്യാഭ്യാസ നയം NEP 2020 പൂർണ്ണമായി നടപ്പാക്കാൻ സംസ്ഥാനങ്ങൾ ബാധ്യസ്ഥരായേക്കും എന്ന ആശങ്കയുണ്ട്. NEP 2020 എതിർക്കുന്ന രാഷ്ട്രീയ പാർട്ടികളും വിദ്യാഭ്യാസ വിദഗ്ധരും ഈ വിഷയം ചൂണ്ടിക്കാട്ടുന്നു. കേരളമടക്കമുള്ള സംസ്ഥാനങ്ങൾ NEPയിലെ ചില ഭാഗങ്ങളെ അംഗീകരിച്ചിട്ടില്ല. 2. സംസ്ഥാനങ്ങളുടെ വിദ്യാഭ്യാസ സ്വയംഭരണം എഡ്യൂക്കേഷണൽ ഓട്ടോണമി കുറയുന്നു. വിദ്യാഭ്യാസം കൺകറന്റ് ലിസ്റ്റ് ഉൾപ്പെടുന്ന വിഷയമാണ്. അതുകൊണ്ടുതന്നെ സംസ്ഥാനങ്ങൾക്ക് അതിൽ നയങ്ങൾ രൂപീകരിക്കാൻ അവകാശമുണ്ട്. എന്നാൽ PM ശ്രീ പോലുള്ള കേന്ദ്രാവിഷ്കൃത പദ്ധതികളിലൂടെ കേന്ദ്രം സംസ്ഥാനങ്ങളുടെ വിദ്യാഭ്യാസ നയങ്ങളിൽ അമിതമായി ഇടപെടുന്നുവെന്നും സംസ്ഥാനങ്ങളുടെ സവിശേഷമായ വിദ്യാഭ്യാസ രീതികൾക്ക് പ്രാധാന്യം കുറയുമെന്നും വിമർശനമുണ്ട്. 3. ഫണ്ട് തടഞ്ഞുവയ്ക്കൽ ഫണ്ട് വിത്ത്ഹോൾഡിംഗ്. PM ശ്രീ പദ്ധതിയിൽ ചേരാൻ വൈകിയതിന് അല്ലെങ്കിൽ വിസമ്മതിച്ചതിന്റെ പേരിൽ സമഗ്ര ശിക്ഷാ അഭിയാൻ SSK പോലുള്ള മറ്റ് കേന്ദ്രാവിഷ്കൃത വിദ്യാഭ്യാസ പദ്ധതികൾക്ക് നൽകേണ്ട കേന്ദ്രവിഹിതം തടഞ്ഞുവയ്ക്കുന്നു എന്ന് ചില സംസ്ഥാനങ്ങൾ ആരോപിക്കുന്നു. ഇത് സംസ്ഥാനത്തെ വിദ്യാഭ്യാസ മേഖലയിൽ സാമ്പത്തിക പ്രതിസന്ധികൾ ഉണ്ടാക്കുകയും ജീവനക്കാരുടെ ശമ്പളം പോലും മുടങ്ങുന്ന സാഹചര്യത്തിലേക്ക് എത്തിക്കുകയും ചെയ്തു. കേരളത്തിൽ ഈ പ്രശ്നമുണ്ടായിരുന്നു. 4. രാഷ്ട്രീയപരമായ എതിർപ്പുകൾ. പദ്ധതിയുടെ പേരും സ്കൂളുകൾക്ക് മുന്നിൽ PM ശ്രീ സ്കൂൾ എന്ന ബോർഡ് വയ്ക്കണമെന്ന നിബന്ധനയും രാഷ്ട്രീയപരമായ എതിർപ്പിന് കാരണമായിരുന്നു. ഇത് കേന്ദ്ര സർക്കാരിന്റെ നേട്ടമായി മാത്രം ഉയർത്തിക്കാട്ടാനുള്ള ശ്രമമാണെന്നും വിമർശനമുണ്ട്. 5. ചെലവ് പങ്കുവയ്ക്കുന്ന രീതി. പദ്ധതിയുടെ ചെലവ് കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ അനുപാതം 60:40 എന്ന അനുപാതത്തിലാണ് പങ്കുവയ്ക്കുന്നത്, വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ ഒഴികെ. ഇത് സംസ്ഥാനങ്ങൾക്കൊരു സാമ്പത്തിക ബാധ്യതയായി മാറുമെന്നും ചില സംസ്ഥാനങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. പദ്ധതിയുടെ ലക്ഷ്യം സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക എന്നതാണെങ്കിലും മുകളിൽ പറഞ്ഞ കാര്യങ്ങളാണ് പ്രധാനമായും ദൂഷ്യഫലങ്ങളായോ അല്ലെങ്കിൽ ഈ പദ്ധതിയെച്ചൊല്ലിയുള്ള ആശങ്കകളായോ ഉയർത്തിക്കാട്ടുന്നത്.